ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് സോഷ്യൽ മീഡിയയിൽ എൻ്റെ റെക്കമെൻഡേഷനിൽ വന്നുകൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ ആണ് മഞ്ഞച്ചപ്പലപ്പം. നമ്മുടെ കാസർഗോട്ടുകാരുടെ സ്വന്തം മഞ്ഞച്ചപ്പലപ്പം. നോക്കുമ്പോൾ അത് ഉമ്മാൻ്റെ പറമ്പിൽ ഇഷ്ടംമാതിരി മഞ്ഞളുടെ ഇല. നേരെ ഉമ്മാനോട് പോയി പറഞ്ഞു കുറച്ച് മഞ്ഞളെല്ലാം മുറിച്ചെടുത്ത്. എന്നിട്ട് നമ്മുടെ പണി തുടങ്ങി. ആദ്യം തന്നെ കുറച്ച് വെള്ളത്തിൽ ശർക്കരയും കുറച്ച് ഫ്ലേവറിന് ഏലക്കായൊക്കെ ഇട്ടിട്ട് തിളപ്പിച്ചെടുത്ത്, എന്നിട്ട് ഉരുക്കിയെടുത്ത്. ആ ഉരുക്കിയിട്ടിലേക്ക് നമ്മൾ തേങ്ങ ചെരുവിയതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സാക്കി. ആദ്യത്തെ വെള്ളമൊക്കെ ഒന്ന് വറ്റിയിട്ടൊന്ന് ഡ്രൈ ആകുന്നവരെ മിക്സാക്കി നമ്മൾ അട ഉണ്ടാക്കുന്ന പരുവത്തിൽ. അതിനുശേഷം അരിപ്പൊടിയിൽ ആവശ്യത്തിന് ഉപ്പും വെള്ളവും ചേർത്തിട്ട് നന്നായിട്ട് കുഴച്ച് മാവ് റെഡിയാക്കി വെച്ചു. ഇതിപ്പോൾ ഞങ്ങൾ കാണിക്കാൻ ഒരില മൊത്തത്തിലെടുത്തിട്ടുണ്ട് കേട്ടോ. വലിയ ഇലയാണെങ്കിലും ഞാൻ അതിലിതാ നമ്മൾ സാധാ അടയ്ക്ക് പരത്തുന്ന പോലെ പരത്തി വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ നേരത്തെ മിക്സാക്കി വെച്ചിട്ടുള്ള മിക്സ് ഇതിൽ വെച്ചിട്ട് നോർമലി അങ്ങ് മടക്കി വയ്ക്കുക. അപ്പോൾ ഇത് നേരിട്ടിൻ്റെ ആവിച്ചെമ്പിൽ കൊള്ളാത്തതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഇതൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാം. മടക്കിയിട്ട് ഒരു ഇലേൻ്റെ ഷേപ്പിൽ തന്നെ ഞാൻ കട്ട് ചെയ്തിട്ട് എടുക്കുന്നത്. പിന്നെ കൂടെ ഞാൻ ഓരോ ഇല വെച്ചിട്ട് ഒരു 2-3 അട വീതം ഉണ്ടാക്കി. അങ്ങനെ നമ്മൾ ഫസ്റ്റത്തെ സെറ്റ് ഓഫ് അട ഇതാ 3 ഞാൻ ആവി എടുത്തിട്ടുണ്ട്. അങ്ങനെ 1, 2, 3 അട ഫസ്റ്റ് റെഡിയായി. അത് ഞാൻ നേരെ എടുത്തിട്ട് വേഗം ഉമ്മ കൊണ്ട് കൊടുത്തു കേട്ടോ. കാരണം ഉമ്മനോടെയും പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു ചായ കുടിക്കരുതേ, വെയിറ്റ് ചെയ്യണേന്ന്. അങ്ങനത്തെ അടുത്ത സെറ്റ് റെഡി ആയപ്പോഴത്തേനും ഇതാ പൊന്നൂസ് റെഡിയായി വന്നു. അങ്ങനെ ഞാനും പൊന്നൂസും കൂടെ ടേസ്റ്റ് ചെയ്യാൻ പോവാണ്. എങ്ങനെയുണ്ട് നോക്കണമല്ലോ. എൻ്റെ ലൈഫിൽ ഫസ്റ്റ് ടൈമാണ് ഞാൻ ഈ അട ടേസ്റ്റ് ചെയ്യാൻ പോകുന്നത്. അങ്ങനെ കഴിച്ചു നോക്കിയപ്പോൾ സത്യമായിട്ട് കേട്ടോ പ്രതീക്ഷയിലും ഒരുപാട് ടേസ്റ്റ് ഉണ്ട്. ആ മഞ്ഞളുടെ നല്ലൊരു സ്മെല്ലും ഫ്ലേവറൊക്കെ വന്നിട്ട് നല്ല അടിപൊളി. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തൊക്കെ. ശരിക്കും ഇതൊരു മസ്റ്റ് ട്രൈ റെസിപ്പിയാണ്.